Hi friends, നമ്മൾ ഈ ആഴ്ച ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ എല്ലാ ആഴ്ചയും ചെയ്യുന്നില്ല, കൃഷി റിലേറ്റഡ് അല്ല. ഈ ആഴ്ച വീഡിയോയ്ക്ക് അവധി കൊടുക്കാമെന്ന് വിചാരിച്ചത്. പ്രത്യേകിച്ച് കാരണമുണ്ട്. നമുക്ക് സാറ്റർഡേ ഒരു ട്രാവൽ വന്നിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തിൻ്റെ വൈഫിൻ്റെ ഒരു ആർട്ട് എക്സിബിഷൻ നടക്കുകയാണ് എറണാകുളത്ത്. അപ്പോൾ ഇതിന് വരുന്ന കാര്യമുള്ളതുകൊണ്ട് ഈ സൺഡേ വീഡിയോ സ്കിപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴേക്കും ഈ കാണുന്ന ആർട്ട് വർക്ക് അതിൻ്റെ ആശയങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഇവിടെ തോന്നി. എൻ്റെ സുഹൃത്ത് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, സെന്തിൽ മുത്തസ്വാമി വളരെ എക്സ്പേർട്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളൊരു ഫിഷ് ഫാമറാണ്. കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഫിഷ് ഫാമറാണ്. അതുപോലെ തന്നെ അത്യാവശ്യം പോപ്പുലറായിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലർക്കും ഇദ്ദേഹത്തെ അറിയായിരിക്കും. സെന്തിൽ മുത്തസ്വാമിയുടെ വൈഫ് രജനിയുടെ ആർട്ട് എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ സെന്തിൽ മുത്തസ്വാമി ഈ എക്സിബിഷൻ്റെ കാര്യവും പുള്ളിക്ക്, അതായത് രജനിക്ക് സ്വന്തം വൈഫിന് എന്ത് രീതിയിലുള്ള പ്രചോദനം കൊടുത്തിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു തീമിലുള്ള ഒരു എക്സിബിഷൻ സെറ്റപ്പ് ചെയ്തതിൻ്റെ കാര്യം സെന്തിൽ പറയും. നമസ്കാരം, സെന്തിൽ മുത്തസ്വാമിയാണ്. പലർക്കും തന്നെ അറിയാം, വളരെ കുറേ നാളുകളായിട്ട് അലങ്കാര മത്സ്യകൃഷിയും അതുമായിട്ട് ബന്ധപ്പെട്ട യൂട്യൂബ് ചാനലൊക്കെ നടത്തിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സന്തോഷ് ഭായ് ഹൈഡ്രോപോണിക്സുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു യൂട്യൂബ് ചാനൽ നിലവിലുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിത രീതി എന്ന് പറയുന്നത് പ്രകൃതി, കല, കൃഷി, ആ രീതിയിൽ ഞങ്ങളൊരു ചുറ്റുപാടിലിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വൈഫ് ഒരു ചിത്രകാരിയാണ്. അവർ ആധികാരികമായിട്ടുള്ള ചിത്രകലാ പഠനം പൂർത്തിയാക്കി അതിനുശേഷം ഇപ്പം സജീവമായിട്ട് ചിത്രകലാ രംഗത്തുണ്ട്. ചിത്രകലയിൽ ശില്പകലയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രജനി SR അവരെ പരിചയപ്പെടാം. അതുപോലെ അവരുടെ കുറേ വർക്കുകളും എറണാകുളം ദർബാർ ഹാളിൽ നടക്കുന്ന കുറേ വർക്കുകളും നമുക്ക് കാണാം. ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് ഇൻസ്റ്റലേഷൻസ് ഇവിടെ ഉണ്ട്. ഞാനിതെല്ലാം എടുത്തിട്ടുണ്ട്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അതിന് മുന്നേ ഇതിന് പിന്നിലുള്ള ഈ ഒരു ആശയം സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങളും മറ്റും ഇതിൻ്റെ ആർട്ടിസ്റ്റിനോട് തന്നെ ചോദിക്കാം. എൻ്റെ കൂടെ വൈഫ് കാർത്തിയുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരോടെയാണ് രാവിലെ എക്സിബിഷൻ കാണാനായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ഈ ഒരു എക്സിബിഷൻ അതിൻ്റെ കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസൊക്കെ രജനിയോട് ചോദിക്കുന്നത് കാർത്തിയായിരിക്കും. എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് രജനിയുടെ എന്തെങ്കിലും കേൾക്കാം. രജനി ആക്ച്വലി ഒന്നും പറയാനില്ല. ഹാറ്റ്സ് ഓഫ് ടു ഓൾ യുവർ വർക്ക്സ്. ലൈക്ക് ഒത്തിരി എഫേർട്ട് ഇട്ടാണ് ഇത്രയും ചെയ്തിരിക്കണമെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ആക്ച്വലി എനിക്ക് വലിയ കലയുമായി വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ഇതിലെ ഓരോ ആർട്ട് കാണുമ്പോഴും നമുക്ക് എവിടേക്കോ കൊള്ളുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ചിലപ്പോൾ അത് നമ്മൾ ലൈഫിൽ പല സിറ്റുവേഷൻസിലും കണ്ടിട്ടുള്ള പല ആളുകളായിരിക്കാം. അതിപ്പോൾ പെണ്ണാകണം എന്ന് തന്നെയില്ല, പല ഇമോഷൻസും ഇവിടെ കാണുന്നത് ആണുങ്ങൾക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ശരിക്കും എന്തായിരുന്നു ഇങ്ങനൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്രയും ഐഡിയാസ് എങ്ങനെയാണ് കിട്ടിയത്? ശരിക്കും കോളേജ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഞാൻ ബ്രേക്ക് എടുത്തു. കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ ഫീൽഡിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു 6-7 വർഷം ബ്രേക്ക് എടുത്തു. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചുള്ള പഠനം കാര്യങ്ങൾ ഒക്കെ ആയിരുന്നു. പിന്നെ പതുക്കെ ഒബ്ജക്ട്സൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി, എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത്. ബേസിക്കലി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ജൂട്ട്, അതിന് പുറമെ ഫൗണ്ട് ഒബ്ജക്ട്സ്, നമ്മൾ തന്നെ നമുക്ക് ചുറ്റുപാടും കാണുന്ന കുറേ സാധനങ്ങൾ. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു, ഈ മെറ്റീരിയൽ ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്, അത് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്തത്. ആ ഒരു ഫീല്. അപ്പോൾ ഈ ഒരു സംഭവം എടുത്തുകൊണ്ട് എനിക്കെന്തോ പറയാനുള്ള സൊസൈറ്റിക്ക്, എനിക്ക് ചുറ്റും കാണുന്നതും ഞാൻ അനുഭവിക്കുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സിമ്പിളായിട്ട് സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യും, അത് മാത്രമാണ് ഞാൻ ഈ വർക്കിലൂടെ കാണിക്കാൻ ശ്രമിച്ചത്.
പല ഇമോഷൻസും ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് പല രീതിയിൽ സമൂഹത്തിൽ സ്ത്രീകളെ ചൂഷണപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒന്നിനും പ്രതികരിക്കാതിരിക്കുന്ന സ്ത്രീകൾ. അവർ തന്നെയാണ് ശരിക്കും സ്ത്രീകളുടെ ഒരു ശത്രുക്കൾ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, അല്ലേ? നമുക്ക് ശരിക്കും ഒരു സ്ത്രീ ഒരു സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകണം, അല്ലെങ്കിൽ അവർക്ക് അന്യായം ന്യായം കിട്ടാതിരിക്കണമെങ്കിൽ ഈ മിണ്ടാതിരിക്കുന്ന സ്ത്രീകളും അതിനൊരു മെയിൻ കാരണക്കാർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ പഠിച്ചിട്ടാണോ ശരിക്കും ഇങ്ങനെ ഒരു വർക്ക്? ശരിക്കും ഒന്നും നമുക്ക് കൂടുതൽ പഠിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അമ്മ, എൻ്റെ ഫാമിലിയിലുള്ള സ്ത്രീകൾ, പക്ഷേ ഒരു കാലത്ത് ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ജീവിക്കണം? അങ്ങനെയല്ലല്ലോ ഞാൻ ജീവിക്കേണ്ടത്. അങ്ങനെയാണ് ഗ്രാജുവലായിട്ട് മാറി വരുന്നതും. പിന്നെ ഈ വർക്കിലൂടെ എനിക്ക് പറയാനുണ്ട്, എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. എനിക്ക് പറയാനുള്ളത് എൻ്റെ വർക്കിലൂടെ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഇങ്ങനൊരു ഇഷ്ടമുള്ള ഒരു സംഭവത്തിനകത്തോട്ട് ഞാൻ പോകുന്നതും ഇത്തരം മെറ്റീരിയലൊക്കെ കളക്ട് ചെയ്ത് ഇതിലോട്ട് വരുന്നതും. അല്ല, ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട് ഈ കവിത എഴുതുന്നവരൊക്കെ അവർക്ക് ശരിക്കും എന്തെങ്കിലും ഒരു സാധനം സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് എഴുതിയെടുക്കുന്നവരെ, അല്ലെങ്കിൽ അതൊന്ന് പേപ്പറിലോട്ട് പകർത്തുന്നവരെ ഒരു വല്ലാത്ത ഒരു പ്രസവ വേദന എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഈ ക്രാഫ്റ്റിലും ഫീൽ ചെയ്തിട്ടുണ്ടോ രജനി? ശരിക്കും എനിക്ക് പറയാനുള്ള സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ, ഇപ്പം ഞാനിപ്പം കാർത്തികടുത്ത് സംസാരിക്കുമ്പോഴും ചിലപ്പോൾ എൻ്റെ മനസ്സിൽ പല ഐഡിയാസ് വരും. ആ ഐഡിയാസ് എൻ്റെ മനസ്സിൽ ഞാൻ ഇട്ടിട്ട് ഡെവലപ്പ് ചെയ്യുക. പിന്നെ അത് എപ്പോഴെങ്കിലും കവിതയായിട്ട് എഴുതി വെക്കുക. ഇതിനകത്ത് കാണിക്കുന്ന ടെക്സ്റ്റ് പോലെ എഴുതി വെക്കുക. അതിനെ പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് ഈ ഒരു ഫോമിലോട്ട് കൊണ്ടുവരിക ചെയ്യുന്നത്. സാധാരണ ഇതൊരു ഇൻ്റർവ്യൂ അല്ല, എന്നാലും സാധാരണ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ചോദിക്കും ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങളെ എവിടെ കാണാനാണ് ആഗ്രഹിക്കുന്നതെന്ന്. അതുപോലെ രജനിക്ക് എന്താണ് ഇനിയത്തെ ഫ്യൂച്ചർ പ്ലാൻസ്? നോ ഐഡിയ. എനിക്ക് ഈ വർക്കൗട്ട് മുന്നോട്ട് പോകാം. പിന്നെ ഇനി ഭാവിയിൽ വേറെ രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കാം. അത് നേരത്തെ എനിക്ക് മുൻകൂട്ടി ഒന്നും പറയാനുള്ളൊരു ഇല്ല. അപ്പം എന്താണോ മനസ്സിൽ വരുന്നത് അതുപോലെ ഗ്രാജുവലി നമ്മൾ പോയിക്കൊണ്ടിരിക്കുമല്ലേ. ഇപ്പം പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെ പ്ലാനിങ് ഒക്കെ ചെയ്തത് പെട്ടെന്ന് എല്ലാം ഫ്രീസായില്ലേ. അതുപോലെ തന്നെ നമുക്ക് മുൻകൂട്ടി ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല.
ഇത്രയും ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഈ ആർട്ട് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ ശരിക്കും ഹസ്ബൻഡ് എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു? നല്ല രീതിയിൽ സപ്പോർട്ടാണ്. പിന്നെ പുള്ളിയും ആർട്ട് 3D അനിമേറ്റർ ആയിരുന്നു. പിന്നെ അറിയാം വർക്കിനെ കുറിച്ചും കാര്യങ്ങൾ, ഇതിൻ്റെ എഫോർട്ടിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ. അപ്പം അത് എൻ്റെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ടില്ല. എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് വെറുതെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെന്തിൽ ചേട്ടൻ എത്രത്തോളം രജനിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വർക്കിലൊക്കെ എന്നാലും അത് രജനിയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചാണ്. എന്തായാലും ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു ഒത്തിരി ഉയരങ്ങളിൽ എത്തട്ടെ. ഓക്കെ, ശരി, ഓൾ ദി വെരി ബെസ്റ്റ്. സോ ഫ്രണ്ട്സ്, നമ്മളിന്ന് എക്സിബിഷൻ കാണാമെന്ന് സെന്തിൽ മുത്തുസ്വാമി വിളിച്ചിട്ടാണ്. പക്ഷേ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് ആശയങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ള ഒരുപാട് നല്ല ഇൻസ്റ്റലേഷൻസാണ് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. ഇത് നമ്മൾ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന കുറേ കാര്യങ്ങൾക്ക് ഒരു രീതിയിലുള്ള പ്രതികരണമാണ്. അതായത് രജനി ഇതിനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഈ കാണുന്ന ഇൻസ്റ്റലേഷൻസിലൂടെ. നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഓരോരുത്തരും പ്രതികരിക്കുന്നത് പല രീതിയിലായിരിക്കും. രജനിയുടെ പ്രതികരണം എങ്ങനെയാണ് നമ്മൾ വന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റലേഷൻ്റെ അടുത്തും പോയി നിൽക്കുമ്പോഴേക്കും ഒരുപാട് ആശയങ്ങൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് മാത്രമല്ല, മാക്സിമം വന്ന് കാണാൻ ശ്രമിക്കുക. ഈ എക്സിബിഷൻ നടക്കുന്നത് എറണാകുളത്തെ ലളിതകല അക്കാദമി ക്യാമ്പസിനകത്തുള്ള ദർബാർ ഹാളിലാണ്. 2022 ഫെബ്രുവരി 9 വരെ ഈ എക്സിബിഷൻ നടക്കുന്നുണ്ട്. മാക്സിമം എല്ലാവരും ഇതൊന്ന് വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു ഓഫ് ടോപ്പിക് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.